ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൽ റെസിപ്പി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. ഞാനൊരു ബിരിയാണി മസാല വെച്ചിട്ടാണ് ബിരിയാണി റെഡിയാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ബിരിയാണി മസാല വേണം. എൻ്റെ കയ്യിലുള്ളത് മെഹ്റാൻ്റെ ബോംബെ ബിരിയാണി മസാലയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരകശാല അരി വെച്ച് നമുക്കിത് റെഡിയാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: 1 കിലോ ഉള്ളി, 4 തക്കാളി, ഒരു ചെറുനാരങ്ങ, കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 ഇഞ്ചി, 10-12 പച്ചമുളക്, കിസ്മിസ്, കാഷ്യൂ, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല പൗഡർ, മല്ലിയില, പുതിനയില, പിന്നെ ഒരു 1/2 ഗ്ലാസ് തൈര്. ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളിയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സോസ് പാൻ വെച്ച് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 100 ml ഒക്കെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും ചേർക്കാം. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കാഷ്യൂം കിസ്മിസും ഇട്ട് വറുത്ത് കോരാം. ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. നമുക്ക് കോഴിയെടുക്കാം. അതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കണം. ഉള്ളി നന്നായി മുരിഞ്ഞു വരണം. ഉള്ളി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ഉള്ളിയെല്ലാം കോരി എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക പൊട്ടിയതിന് ശേഷം ഒരു 10 പച്ചമുളക് ചേർക്കാം. ഇതിനൊപ്പം അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വാടി വരാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി നന്നായി ആയതിനു ശേഷം നമുക്കിതിലേക്ക് 1.5 സ്പൂണോളം ഇഞ്ചി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1/2 സ്പൂൺ ഇടാം. നമ്മുടെ എരിവിനനുസരിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായി അതിന് ശേഷം നമുക്കിതിലേക്ക് ബിരിയാണി മസാല 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ബിരിയാണി മസാല കുറച്ച് പുളിപ്പുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 1 സ്പൂണും കൂടി ബിരിയാണി മസാല മിക്സ് ചെയ്യുന്നുണ്ട്. 3 സ്പൂൺ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് നോക്കി എരിവെല്ലാം നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ആക്കി എടുക്കാം. മാറ്റി വെച്ച് തൈരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്ക് കഴിഞ്ഞത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചില്ലി ചിക്കൻ റെഡിയാക്കാനുള്ള സാധനങ്ങൾ: ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായി ചെറുതാക്കി കഴുകിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ ഗരം മസാല പൗഡർ, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, ചില്ലി ചിക്കൻ പൗഡർ, 1 സ്പൂൺ തൈര്, ഒരു ഹാഫ് നാരങ്ങ, 1 സ്പൂൺ കോൺഫ്ലവർ പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ പൗഡർ നമുക്ക് ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ ചിക്കനുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ ഇഞ്ചി, ഗരം മസാല പൗഡർ, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. കോൺഫ്ലവർ 1 സ്പൂൺ, 1 സ്പൂൺ തൈര്, നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കനിലേക്ക് നമ്മളൊരു മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മുട്ട കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ മസാല എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ മസാല എങ്ങനെയെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അരി നമുക്ക് കഴുകിയെടുക്കാം. നമുക്ക് കുറച്ച് നേരം 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് വാരി മാറ്റാം. ഒരു പാൻ വെച്ച് അതിലൊരു സ്പൂൺ നെയ്യ് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 പട്ട ഗ്രാമ്പു ഇളക്കി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചോറ് വേകാനുള്ള വെള്ളം. ചോറ് അതിൽ നമ്മൾ എന്തെങ്കിലും ശേഷം നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരളവില്ല. ചോറിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി നാരങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 3/4 വേവാക്കി എടുത്താൽ മതി. ചോറ് 3/4 വേവുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. വെച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. സ്റ്റവിലൊരു പഴയ പാൻ വെച്ച് അതിൻ്റെ മേലെ നമ്മൾ ചോറ് സെറ്റ് ചെയ്യാനുള്ള പാത്രം വെക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് ചോറ് വെച്ച പാനിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ആദ്യം നമുക്ക് മസാല താഴെ ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ നമുക്ക് ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാം. ഇതിന് മേലെ നമുക്ക് മല്ലിയിലയും റേഷൻ പൊതിന ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച കിസ്മിസും കാഷ്യൂ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച ഉള്ളിയും മേലെ ലേശം ഇടാം. അതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടെ ചോറിട്ട് കൊടുക്കാം. ഇതിന് മേലെ നമുക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് ഓരോന്നും ലെയറായി മുഴുവനും ചെയ്തെടുക്കാം. മേലെ നമുക്ക് ചോറിട്ട് വെച്ച മുന്തിരി അതിനൊപ്പം മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്കത് മൂടി വെച്ച് ചെറിയ സിമ്മാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചില്ലി ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി ഇരുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചില്ലി ചിക്കൻ്റെ പീസുകളിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ തൈര് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. തൈര് ചട്നി റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ്. ചോറ് വെന്തിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നമുക്കത് വേവിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ കൊടുക്കാം. മൂടി വെച്ച് 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ചെറിയ ഫ്ലെയിമിൽ. ഇത് നമ്മൾ ലെയറായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയിലൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഓരോ സൈഡിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ബിരിയാണി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വിളമ്പാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.